ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ, മനഃശാസ്ത്രജ്ഞ ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ മഞ്ജുഷ, ഈ ഒരു രണ്ട് സംഭവങ്ങളാണ് ഈ സമീപകാലത്ത് ഈ സൈബർ ഗെയിമുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികൾ ഇരയായ വിഷയങ്ങൾ പുറത്തു വന്നത്. അതിൽ ഒന്ന് തൃശ്ശൂരാണ്. ചോക്കിംഗ് ഗെയിം, ഹിപ്നോട്ടിസം എന്ന പേരിൽ അവർ പരീക്ഷിച്ച പരീക്ഷണത്തിൽ 4 കുട്ടികളുടെ ജീവനാണ് അപകടത്തിലാകേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മറുവശത്ത് എറണാകുളം ചെങ്ങമ്മനാട് ഡബിൾ ഗെയിം കളിച്ചൊരു യുവാവ്, ഒരു 14-കാരൻ, ഒരു കൗമാരക്കാരൻ ജീവനൊടുക്കിയ സംഭവവും നമ്മൾ ഞെട്ടലോടെ കേട്ടു. ഈ 2 കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ അഡ്വക്കേറ്റ് ജിയാസ് പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ ഫോണിൽ നിന്നാണ് ഇവർ കുട്ടികൾ പലപ്പോഴും ഇത്തരം ഗെയിമുകളൊക്കെ പരീക്ഷിക്കുന്നത്. ആരുടെ അശ്രദ്ധയാണ് ഇതുപോലുള്ള അപകടത്തിലേക്ക് നമ്മളെ കുട്ടികളെ തള്ളിവിടുന്നത്? ഡോക്ടർ മഞ്ജുഷ, നമ്മള് കുട്ടികളെ ഇതുപോലത്തെ ഗെയിമുകളിലോ അല്ലെങ്കിൽ ഏത് തരം അഡിക്ഷൻ ആണെങ്കിലും കുട്ടികളുടെ ടൈം അവര് വീട്ടിലുള്ളപ്പോഴാണെങ്കിലും അവര് സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും പാരന്റ്സിന്റെ മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു ആബ്സെന്റ് പാരന്റിങ് എന്ന് പറയും. പാരന്റ് ഉണ്ടാകാം നമ്മുടെ വീടുകളിലും നമ്മളുടെ കുട്ടിയുടെ കൂടെയും ഒക്കെ പാരന്റ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാകാം. പക്ഷെ ആബ്സെന്റ് ആണ്. പാരന്റ്സിന്റെ പ്രസൻസ് വേണം, മെന്റൽ പ്രസൻസ് വേണം. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നുള്ളതും കുട്ടികള് അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇത്രയും നേരം ഇതിന്റെയൊക്കെ പുറകെ ഇരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട്. ആഹാരം വേണ്ട, ഉറക്കമില്ലായ്മ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, ഇതെല്ലാം കുട്ടികൾ കാണിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു പാരന്റിങ്ങിന്റെ പ്രോബ്ലം തന്നെയാണ്. പാരന്റിങ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അതിലുപരി കുട്ടികൾക്ക് നമ്മൾ ഗെയിം പർച്ചേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അതിന് പൈസ കൊടുത്ത് വാങ്ങിയത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഫ്രീ ആയിട്ട് കിട്ടുന്നതുണ്ടാകാം. വാങ്ങിച്ചു കൊടുക്കുന്നതുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് എത്രമാത്രം ഹാംഫുൾ ആണ് എന്നുള്ളത് കുട്ടികളുടെ കൂടെ ഇരുന്ന് പരിശോധിച്ചാൽ അത് നന്നായിരിക്കും. പിന്നെ കുട്ടികളുടെ ഈ പഠന വിഷയങ്ങളിലും അതല്ലാതെ തന്നെ കുട്ടികളുടെ സോഷ്യൽ ലൈഫിലൊക്കെ ഇത് എഫക്ട് ചെയ്ത് വരുമ്പോൾ പാരന്റ്സ് മോണിറ്റർ ചെയ്യണം. തീർച്ചയായിട്ടും അത് മോണിറ്റർ ചെയ്യണം. അത് മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അതിനുള്ള ഹെൽപ്പും അവർ സീക്ക് ചെയ്യണം. പലപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യാതെ പോകുന്നുണ്ട് പാരന്റ്സ്. കാരണം കുട്ടികളെയൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ വൈകിയ വേളയിലാണ് അവര് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു കൗൺസിലറിന്റെ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെ വൈകിയ വേളയിലാണ്. അപ്പൊ അവർക്കും പരിമിതികൾ ഉണ്ടാകും. അവരെ സഹായിക്കാൻ നിൽക്കുന്നവർക്കും പരിമിതികളുണ്ട്. ഇത്രയും രൂക്ഷമായ അല്ലെങ്കിൽ ഇത്രയും സിവിയർ ആയതിനു ശേഷം കുട്ടികളെ നമ്മളുടെ അടുത്തൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പരിമിതികൾ ഉണ്ടാവുന്നുണ്ട്. വ്യക്തമാണ്. ഡോക്ടർ മഞ്ജുഷയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ജിയാസ്, ഇത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് ഇതുപോലുള്ള അപകടക്കെണിക്ക് കാരണമാകുന്നത്. പക്ഷേ ഇത് നിരോധിക്കാൻ കഴിയില്ല. ഇതുപോലുള്ള കില്ലർ ഗെയിമുകൾ നിരോധിക്കാനുള്ള സംവിധാനമില്ലേ? നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഇതുപോലുള്ള പല നിയമവിരുദ്ധ ആപ്പുകളും നിരോധിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ കുട്ടികളെ ഒരു അപകടക്കെണിയിലേക്ക് തള്ളിവിടുന്ന ഗെയിമുകൾ എങ്ങനെയാണ് നമ്മുടെ പ്ലേ സ്റ്റോറുകൾ, അതല്ലെങ്കിൽ ഇതൊക്കെ ഈ സൈബറിടത്ത് നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത്, കുട്ടികൾക്ക് എത്തിപ്പെടാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത്, ഇതൊക്കെ നിരോധിക്കാനുള്ള സംവിധാനം ഇല്ലേ? നമ്മുടെ രാജ്യത്ത് ഇത്തരം ആപ്പുകളും ഗെയിമിംഗ് കുട്ടികളെ അപകടത്തിലേക്ക് നയിക്കുന്ന ഗെയിമുകളൊക്കെ നിരോധിക്കാനുള്ള സംവിധാനവും നിയമവും എല്ലാം നിലവിലിരിക്കെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ വീണ്ടും പല രൂപത്തിലും പല പേരിലും നമ്മളുടെ ഇവിടെ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് സ്വയം അവകാശപ്പെടുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ, ഇൻസ്റ്റാഗ്രാമിലടക്കം ഇവര് ഇത്തരം ആപ്ലിക്കേഷനുകളെ പ്രൊമോട്ടർമാരായി അവതരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെല്ലാം ആകർഷിക്കുന്ന, ഇപ്പൊ നമ്മൾ ഈ അടുത്തായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും വളരെ മോശപ്പെട്ട രീതിയിൽ ചീത്തവിളികളടക്കം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ പറ്റുമോ അത്തരം കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന യൂട്യൂബേഴ്സും ക്രിയേറ്റർമാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ആരാധകരായിട്ടുള്ള ആളുകൾ മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഇത്തരം കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ വലയിലാക്കാൻ വേണ്ടി പുറമേയുള്ള സംഘങ്ങളുടെ കെണിയിലകപ്പെട്ട് ഇത്തരം ആളുകൾ പണം മേടിച്ചുകൊണ്ട് അവരുടെ ആപ്പ് വഴിയും അവരുടെ ആപ്ലിക്കേഷനുകളിലെല്ലാം വെബ്സൈറ്റ് വഴിയൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തേക്കുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇവർ ലിങ്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഈ കണ്ട് ഇവരുടെ എല്ലാം ആരാധകരായതുകൊണ്ട് തന്നെ ഇവർ എന്ത് പറഞ്ഞാലും അവരത് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറെ ആപ്പുകൾ ഇത്തരം ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തിപ്പെടുന്നത്.
അപ്പോൾ പണ്ട് നിരോധിച്ച ആപ്ലിക്കേഷനുകൾ പലതും ഇപ്പോഴും അവൈലബിൾ ആണ്. അത് പ്ലേ സ്റ്റോറിലും iOS-ലും ഇല്ലെങ്കിൽ പോലും ഇത്തരം ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് വെബ്സൈറ്റുകളിൽ പോയിട്ടും അതല്ലാതെയുള്ള ടെലഗ്രാം വഴിയെല്ലാം കുട്ടികൾ APK ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ APK ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും ഉള്ള ഒരു ദോഷം, ഈ ഗെയിം കളിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആക്ടിവിറ്റികളും ഇവർ എടുക്കുന്നുണ്ട്. അപ്പൊ അതായത് ഏതെങ്കിലും ഒരു കുട്ടിയോ അത് മുതിർന്ന ഒരാളോ ഒരു പോൺ സൈറ്റ് വിസിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അങ്ങനെ പോൺ സൈറ്റ് വിസിറ്റ് ചെയ്ത ഉടനെ തന്നെ ഇത്തരം ആളുകൾക്ക് ഇതിന്റെ വിവരങ്ങൾ കിട്ടുകയും ഈ കുട്ടി ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഓരോ ആളുകളും കുട്ടികളും കൗൺസിലേഴ്സിന്റെ അടുത്ത് പറയുന്ന വിവരങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറയുന്ന വിവരങ്ങളും ഇതൊന്നും പറയാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രോമയിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോ ഇങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുമോ അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല കുട്ടികളും അത് വീട്ടിൽ പറയാത്തത്. അപ്പൊ ഒരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് ഉണ്ടായാൽ തന്നെ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് ഇത്തരം ക്രിയേറ്റർമാരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ ഈ പറയുന്ന വീഡിയോ പറഞ്ഞു പോകുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഗെയിമുകളും ബെറ്റിംഗ് ആപ്ലിക്കേഷനുകളും അടക്കം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ പാരന്റ്സിനോട് ചോദിച്ചും അല്ലെങ്കിൽ ചോദിക്കാതെയും തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം. ഒരു നിമിഷം അഡ്വക്കേറ്റ് ജിയാസ് സൂചിപ്പിച്ചതുപോലെ പല യൂട്യൂബർമാരും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ വിവാദ നായകനായ വിവാദ യൂട്യൂബറായ സഞ്ജു ടെക്കിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇതിൽ ഗെയിമിലൂടെ സാമ്പത്തിക വരുമാനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം നമുക്ക് തിരികെ എത്താം ചർച്ചയിലേക്ക്. ഒരു നിമിഷം, ഉടൻ തന്നെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ ആണ്. അഡ്വക്കേറ്റ് ജിയാസ്, ഈ വീഡിയോയിലേക്ക് ഉടൻ തന്നെ നമുക്ക് കാണാം. ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കണം. കാരണം എത്രത്തോളം ഇതുപോലുള്ള വീഡിയോകൾ എത്രത്തോളം അപകടം സൃഷ്ടിക്കുന്നുണ്ട്, കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ്. ഇവർക്ക് ഏതെങ്കിലും ഇതിലുള്ള ഇതൊരു പരസ്യം ആയിട്ട് ഇവർ ചെയ്യുന്നതാണോ? വരുമാനം കിട്ടി ചെയ്യുന്ന ഒരു വീഡിയോകളാണോ ഇത് കുട്ടികളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. അതായത് വരുമാനം ലഭിക്കുന്നുണ്ട്, സാമ്പത്തിക വരുമാനം, മറ്റു രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യാനൊക്കെ ഇവർ കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഒരു തൊപ്പി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു യൂട്യൂബർ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളെ ആ രീതിയിൽ കുട്ടികൾക്കിടയിൽ വലിയ ഹീറോ പരിവേഷമൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ് ഈ തൊപ്പിക്കെതിരെ പിന്നീട് നടപടി ഉണ്ടായി. ഇതുപോലുള്ള നിയമവിരുദ്ധ ആപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോകളും ഇത്തരം ആപ്ലിക്കേഷനുകളും പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റർമാർക്കെതിരെ നടപടി എടുക്കുന്നതും ഇവരുടെ അക്കൗണ്ടുകൾ അടക്കം ബാൻ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്താൽ പലതും പോവാറില്ല. ചില ആപ്ലിക്കേഷനുകളുടെയും അല്ലെങ്കിൽ ചില വീഡിയോകൾ മാത്രമേ പോവാറുള്ളൂ. പക്ഷെ പോലീസിന് സ്വമേധയാ കേസ് എടുക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും നോഡൽ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനും കേന്ദ്ര സർക്കാരിന് ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും IT ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റർമാരെല്ലാം തന്നെ പണം മേടിച്ചുകൊണ്ട് ഒരു ഡെമോ അക്കൗണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആ ഡെമോ അക്കൗണ്ടാണ് പ്രേക്ഷകരായിട്ടുള്ള നമ്മളടക്കം അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് ഞാനിത് കളിച്ചപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടി അല്ലെങ്കിൽ ഇത്രയും ഒരു ടാസ്ക് ഉള്ള ഒരു ഗെയിമാണ്, നല്ലതിൽ ഏൺ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് വലിയ വാഗ്ദാനം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ചതിക്കുഴി. ഇത് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർക്ക് അറിയാം ഒരിക്കലും ഇതിൽ പണം ലഭിക്കില്ലെന്നും ഇവരുടെ ബാങ്ക് ബാലൻസ് അടക്കം കാണിച്ചുകൊണ്ട് അതിന്റെ ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് ആളുകളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ നേരിട്ട് കാണിക്കുന്ന ആ വീഡിയോ കണ്ടുകൊണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും ഈ ചതിക്കുഴികളിലേക്ക് വീണു പോവുകയാണ്. അപ്പോ ഈ അടുത്തൊരു മോട്ടിവേഷൻ മുക്കുത്തി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് തെറിവിളി അല്ലെങ്കിൽ ചീത്തവാക്കുകൾ മാത്രം, വളരെ മോശമായിട്ടുള്ള ചീത്തവാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും അധികം കുട്ടികൾ വന്ന് കമന്റ് ചെയ്യും, നിങ്ങളുടെ വീഡിയോക്കായി ഞാൻ കാത്തിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ എന്താണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട്.
അപ്പൊ ഈ പറഞ്ഞ ആളുകളടക്കം ഇതുപോലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇത് കണ്ട് ഇവരുടെയൊക്കെ ആരാധകരായി മാറുകയും വീട്ടുകാരറിയാതെ ഇതിനകത്ത് കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ പണം മുടക്കിക്കൊണ്ടും അടുത്തൊരു കുഴിയിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. വ്യക്തമാണ്. ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ, അഡ്വക്കേറ്റ് ജിയാസ് സൂചിപ്പിച്ചതുപോലെ പല യൂട്യൂബർമാരും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഓൺലൈൻ ഗെയിമുകളിലേക്ക് അവരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്, അപകടം ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ ഗെയിമുകളുടെയൊക്കെ അപകടത്തെക്കുറിച്ച് പല സ്കൂളുകളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ ബോധവൽക്കരണം കൊടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് വീണ്ടും നമ്മുടെ കുട്ടികൾ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത്, അതല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ഗെയിമുകളുടെ അടിമകളാകുന്നത്? ഇതിനകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ നമ്മൾ ബോധവൽക്കരിക്കുമ്പോൾ ടാർഗറ്റഡ് ബോധവൽക്കരണം അല്ല ഒരിക്കലും നടക്കുന്നത്. ജനറൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളും ടോപ്പിക്കുകളും പറഞ്ഞു പോകുക എന്നല്ലാതെ ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ഈ കറന്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഏത് ടൈപ്പ് ഓഫ് അവയർനെസ് ആണ് വേണ്ടത്, എന്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ എഫക്ട് ചെയ്തിരിക്കുന്നത്, എന്ത് തരം പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു പരിശോധന നടത്തിയിട്ട് വേണം നമ്മൾ ബോധവൽക്കരിക്കാൻ. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ ഗെയിംസോ ഇതിനകത്തൊക്കെയുള്ള അഡിക്ഷൻസ് ആണ് കുട്ടികളിൽ കൂടുതലുണ്ടെന്ന് സ്കൂളുകളിൽ തോന്നിയാൽ അതിലേക്ക് വേണ്ട ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. അതല്ലാതെ നമ്മളൊരു സൈക്കോളജിക്ക് ഒരുപാട് തലങ്ങളുണ്ട്, സൈക്കോളജിയുടെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതിലെല്ലാത്തിലും നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ കറന്റ്ലി അവർ എന്ത് ടൈപ്പ് ഓഫ് പ്രശ്നമാണ് നേരിടുന്നതെന്ന് ഓരോ സ്കൂളുകളിലും അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, സ്കൂളുകളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബോധവൽക്കരണം ആ സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയാൽ അത് പാരന്റ്സിനെ കൂടെ ചേർത്ത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല, അതിലെ പാരന്റ്സിനെ കൂടെ ഉൾപ്പെടുത്തണം. അതുപോലെ പാരന്റ്സിനും കുട്ടികൾക്കും അവർക്കും ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ തുറന്നു പറയാനുള്ള അവസരം സ്കൂളുകാർ ഒരുക്കണം. അത് അക്കാഡമിക്സിൽ മാത്രമല്ല, അതിലുപരി കുട്ടികൾക്ക് സൈക്കോളജിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് സ്കൂളുകളിൽ വന്ന്, കാരണം ഒരു കുട്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. അപ്പം സ്കൂളുകളിൽ വന്ന് ടീച്ചേഴ്സിനെ കണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം പാരന്റ്സിനും ഒരുക്കണം. സ്കൂളുകാർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കും, അതിനൊരു മാറ്റവും ഉണ്ടാവത്തില്ല. ഇത് വീണ്ടും വേറൊരു രീതിയിൽ പുറത്തു വരും. ഇന്നിതിപ്പോ അഡിക്ഷൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാളെ അത് വേറൊരു ഫോർമാറ്റിൽ അത് പുറത്തു വരും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയി പോയി കഴിഞ്ഞു. ഇതിനൊരു ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കണം.